കഞ്ഞിക്കുഴിയിലെ കർഷകൻ സുനിലിന്റെ പൂപ്പാടത്ത് ഓണം പുഷ്പോത്സവത്തിന് തുടക്കമായി. അത്തം മുതൽ 10 നാൾ വരെ നടക്കുന്ന പുഷ്പോത്സവത്തിന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി തിരിതെളിച്ചു. സുനിൽ എന്ന കർഷകൻ തൻ്റെ കൃഷിയിടത്തിൽ വളരെ മനോഹരമായിട്ട് ബന്ദിപ്പൂ കൃഷി ചെയ്തിരിക്കുകയാണ്. നാളെ അത്തം തുടങ്ങിയാണ്. അപ്പോൾ 10 ദിവസക്കാലം ഒരുപക്ഷെ ഇവിടുത്തെ പ്രദേശത്തെ ജനങ്ങൾക്ക് പോരാതെ വരുന്ന രീതിയിൽ ഇവിടെ നന്നായിട്ട് കൃഷി ഒരുക്കിയിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്ക് എന്നും പേരുകേട്ട ഇടമാണ് കഞ്ഞിക്കുഴി. ആ കാർഷിക മേഖലയെ ചേർത്ത് നിർത്തുകയാണ് കഞ്ഞിക്കുഴിയിലെ പൂക്കർഷകനായിട്ടുള്ള സുനിലും തൻ്റെ ഭാര്യയും. ഒരുപക്ഷെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന ഒരാൾ കൂടിയാണ് സുനിലിൻ്റെ ഭാര്യ. വളരെ മാതൃകയായിട്ട് കൃഷി ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും കഞ്ഞിക്കുഴി കളറാണെന്ന് പറയുന്നത് നടപ്പിലാക്കിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തും കൃഷി ഓഫീസറും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവനായിട്ട് ഈ കൃഷിയിടത്തിൽ കുറേ ദിവസങ്ങളായിട്ട് കഠിനാധ്വാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാത്തിൻ്റെയും കൂടെ ഭാഗമായിട്ടാണ് മനോഹരമായിട്ടുള്ള ഈ പൂന്തോട്ടം ഒരുങ്ങിയിരിക്കുന്നത്. കണ്ണിനും മനസ്സിനും ഒരുപോലെ സന്തോഷം തരുന്നതാണ് ഈ പൂന്തോട്ടം. തീർച്ചയായിട്ടും സുനിലിന് ഈ പൂക്കൾ സമയബന്ധിതമായിട്ട് വിറ്റ് അഴിക്കാനുള്ള വിപണി നമ്മുടെ ഈ പ്രദേശത്തുണ്ട്. അതിന് കഴിയട്ടെ എന്ന് എല്ലാവിധ ആശംസകളും. കഞ്ഞിക്കുഴിയിലെ കർഷകൻ സുനിലിന്റെ വിശാലമായ പൂപ്പാടത്താണ് പരിപാടി ഒരുക്കിയിരിക്കുന്നത്. അത്തം മുതൽ 10 ദിവസക്കാലം കഞ്ഞിക്കുഴിയിൽ നടക്കുന്ന പുഷ്പോത്സവത്തിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി തിരിതെളിച്ചു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം മിനി പൗത്രൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങളായ എസ് ജോഷിമോൻ, ബി ഇന്ദിര, കർമ്മസേന കൺവീനർ ജി ഉദയപ്പൻ, കൃഷി ഓഫീസർ റോസ്മി ജോർജ്, അസിസ്റ്റന്റ് ഓഫീസർ എസ് ഡി അനില, CDS ചെയർപേഴ്സൺ സുനിത സുനിൽ, റോഷ്നി സുനിൽ എന്നിവർ പങ്കെടുത്തു. വ്യത്യസ്ത നിറങ്ങളിലുള്ള പൂക്കളുടെ കാഴ്ചയും വിൽപ്പനയും ഒരുക്കിയിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ ഭക്ഷ്യമേളയും പായസമേളയും കലാപരിപാടികളും സാംസ്കാരിക പ്രഭാഷണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുഷ്പോത്സവം സംഘടിപ്പിക്കുന്നത്. റീൽസ് ചിത്രീകരിക്കുവാനും ഫോട്ടോ ഷൂട്ടിങ്ങിനും സംവിധാനമുണ്ട്. മുൻകൂർ ഓർഡർ നൽകിയാൽ മിതമായ നിരക്കിൽ ഓണസദ്യയും ലഭ്യമാകും. ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ മത്സരങ്ങളും പൂപ്പാടത്തുണ്ടാകും. പ്രവേശനം സൗജന്യമാണ്. നാളെ ആരംഭിക്കുകയാണ്. ഈ വർഷം ഓണം ആഘോഷത്തിനുള്ള പൂ സുനിലിൻ്റെ കൃഷിപ്പാടത്ത് ഒരുങ്ങിയിരിക്കുകയാണ്. ഓണം പുഷ്പോത്സവം എന്ന കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതി സുനിലിൻ്റെ പാടത്തിലൂടെ നടപ്പിലാക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് മുന്നേ തന്നെ കൈനാടിയിൽ ഉദ്ഘാടനം തൊട്ട് സുനിൽ ശരിക്കും ഈ പൂപ്പാടത്ത് കഠിനാധ്വാനം നടത്തി വരികയാണ്. കൃഷി ഓഫീസിൻ്റെയും പഞ്ചായത്തിൻ്റെയൊക്കെ എല്ലാവിധ സപ്പോർട്ടും സുനിലുണ്ട്. നന്നായി വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തി. ഓണം പുഷ്പോത്സവം എന്ന പേരിൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഭക്ഷ്യമേളയും പായസമേളയും അതുപോലെ തന്നെ കലാപരിപാടികളും സാംസ്കാരിക പ്രഭാഷണങ്ങളും ഒക്കെ വരും ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ഇവിടെ ഉണ്ടാകും. ഈ പറഞ്ഞതുപോലെ ഓണം ആഘോഷിക്കാൻ താല്പര്യമുള്ള ഗ്രൂപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കും അവരുടെ അംഗങ്ങളിവിടെ എത്തിക്കഴിഞ്ഞാൽ ഓണസദ്യയടക്കം മിതമായ നിരക്കിൽ നൽകി അവരുടെ ഓണാഘോഷ പരിപാടികൾക്കുള്ള വേദികൾ ഒരുക്കാനും ഇവിടെ സംവിധാനം ഞങ്ങളിപ്പോൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും കഞ്ഞിക്കുഴി കളറാകുന്നു. കഞ്ഞിക്കുഴിയിലെ കർഷകരെല്ലാം പൂക്കൃഷിയും മറ്റു പച്ചക്കറികളും ഒക്കെ ഈ ഓണക്കാലത്ത് വിളവെടുക്കാൻ കഴിയുന്ന തരത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സുനിലിനും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും. ഓണത്തിനുള്ള പൂക്കളാണ് നമ്മുടെ ഈ തോട്ടം നിറയെ. നമ്മൾ യഥാർത്ഥത്തിൽ 3 കളർ പൂക്കൾ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ബന്ദി തന്നെ 3 കളറുണ്ട്, മഞ്ഞയുണ്ട്, ഓറഞ്ച് ഉണ്ട്, വെള്ളയുണ്ട്. അതോട് കൂടാണ്ട് വാടാൻ വേണ്ടിയുണ്ട്. ഇത്തരം ഓണത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ പ്രദർശനമുണ്ടെങ്കിൽ പോലും വരുന്നവരെല്ലാം ഫ്രീ പാസിനാണ് നമ്മൾ കയറ്റുന്നത്. പണം വാങ്ങിച്ചുള്ള ആരെയും നമ്മളകത്ത് കയറ്റുന്നില്ല. വരുന്നവർക്ക് സൗജന്യമായി കയറാം. അതുപോലെ തന്നെ നമുക്ക് വൈകിട്ട് 6 മണി മുതൽ എല്ലാ ദിവസവും ലഘു ഭക്ഷണങ്ങളിവിടെ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളിവിടെ കലാപരിപാടികളുണ്ട്. അതുകൊണ്ട് എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓണമാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിന് സന്തോഷം പകരുക, അതോടൊപ്പം തന്നെ വരുന്നവർക്കുടെ മനസ്സിന് സന്തോഷം കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതനുസരിച്ച് കഞ്ഞിക്കുഴി കളറാണ് എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് കഞ്ഞിക്കുഴി പുഷ്പോത്സവം എന്ന പേരിട്ടിരിക്കുന്ന പ്രദർശനം അത്തം തുടങ്ങി തിരുവോണം വരെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ജൂലൈ 5-നാണ് തൈ നട്ടത്. അതിനുശേഷം കാത്തിരുന്ന് അതിൻ്റെ പൂക്കൾ നിറയെ പൂക്കളായി. ഇനിയിപ്പം നമ്മൾ നീണ്ടു നിൽക്കുന്ന 10 ദിവസത്തെ പ്രദർശനം ഉൾപ്പെടെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം എല്ലാവരും ഇവിടെ വന്ന് ഇത് കണ്ട് ആസ്വദിച്ച് നല്ല സന്തോഷത്തോടെ തിരിച്ചു പോകുക.